ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജകുമാരി അരമനപ്പാറയിൽ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ.
തൊടുപുഴയിൽ പോലീസ് SFI സംഘർഷം. വണ്ടിപ്പെരിയാർ മുഗളർ ഡൈമുക്ക് പ്രദേശങ്ങൾ പുലിപ്പേടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. രാജകുമാരി അരമനപ്പാറയിൽ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. ജാർഖണ്ഡ് സ്വദേശിനി പൂനം സോറത്തിനെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടതാണെന്ന് പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യൽ സമ്മതിച്ചതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാജകുമാരി കജ്നാപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. കുട്ടിയെ മാതാവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാണെന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായതായി രാജാക്കാട് പോലീസ് അറിയിച്ചു. പ്രതി ജാർഖണ്ഡ് സ്വദേശിനിയായ പൂനം സോറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പൂനം സോറിന്റെ ആദ്യ ഭർത്താവ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു. അതിനുശേഷമാണ് ജാർഖണ്ഡ് സ്വദേശിയായ മോത്തിലാൽ മുർമു ഇവർക്കൊപ്പം താമസം ആരംഭിച്ചത്. ഗർഭിണിയാണെന്ന വിവരം യുവതി ഇയാളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലെന്ന് പറഞ്ഞ പൂനം സോറൻ ജോലിക്ക് പോയിരുന്നില്ല. ഇവർ ആരുമറിയാതെ പെൺകുഞ്ഞിനെ പ്രസവിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്നാണ് പോലീസിന്റെ നിഗമനം. മോത്തിലാൽ മുർമുവിന് ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുണ്ടായ കാര്യം അറിഞ്ഞാൽ ഇയാൾ ഉപേക്ഷിച്ചു പോകുമെന്ന ഭയന്നാണ് കൃത്യം ചെയ്തതെന്ന് പൂനം സോറൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചു വരിച്ച നിലയിൽ നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. രാജാക്കാട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പൂനം സോറിന്റെ കുഞ്ഞാണിതെന്ന് കണ്ടെത്തി. മാസം തികയാതെ ജനിച്ച കുഞ്ഞ് മരിച്ചതുകൊണ്ട് കുഴിച്ചിട്ടതാണെന്നാണ് ഇവർ ആദ്യം പോലീസിന് നൽകിയ മൊഴി. തുടർന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. 9 മാസം തികഞ്ഞു ജനിച്ച കുട്ടിയാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് പൂനം സോറിനെ വിശദമായി ചോദ്യം ചെയ്തത്. സിറ്റി വിഷൻ, രാജാക്കാട്. തൊടുപുഴയിൽ പോലീസ് SFI സംഘർഷം. സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ കേസ്. ഒരാൾ അറസ്റ്റിൽ. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെയും കേസ്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഇന്നലെ ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷം നിയന്ത്രിക്കാനായി പോലീസ് സ്ഥലത്തെത്തുകയും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥിയെ പിടികൂടി പോലീസ് വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. എന്നാൽ ഈ വിദ്യാർത്ഥിയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒരു സംഘം SFI പ്രവർത്തകർ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് വിദ്യാർത്ഥിയെ മോചിപ്പിച്ചു. ഇതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന SFI പ്രവർത്തകരായ 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. സംഭവം അറിഞ്ഞ് രാത്രിയോടെ SFI, DYFI, CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിച്ചെത്തുകയായിരുന്നു. മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെ 7 SFI പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥി അമൻ ഷായാണ് അറസ്റ്റിലായത്. പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 25 പേർക്കെതിരെയാണ് കേസ്. സിറ്റി വിഷൻ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ മുഗളർ ഡൈമുക്ക് പ്രദേശങ്ങൾ പുലിപ്പേടിയിൽ. കാടിറങ്ങിയ പുലി തേയിലക്കാടുകളിലൂടെ വിലസുകയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇന്ന് വൈകിട്ട് ഡൈമുക്ക് 40 ഏക്കർ പന്തലിക്കളത്തിന് സമീപം പുലിയെ കണ്ടതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എത്രയും വേഗം പുലിയെ പിടിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അറിയിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ രാജാക്കാട് യൂണിറ്റും രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളും സംയുക്തമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രാജാക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. രാജാക്കാട് JCI, ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ എന്നിവരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനം രാജാക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
നിങ്ങളും ഞാനുമൊക്കെ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് റൂമിൽ പഠിക്കത്തില്ലേ? മോറൽ സയൻസിലൊക്കെ നമ്മുടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നിങ്ങൾ മര്യാദ പഠിക്കുന്ന, നിങ്ങൾ ശരി പഠിക്കുന്ന, നിങ്ങൾ സത്യം പഠിക്കുന്നത്, നിങ്ങൾ നന്നായി ഇടപെടാൻ പഠിക്കുന്നത്, നിങ്ങൾ മറ്റുള്ള സഹജീവിയോടും വിദ്യാർത്ഥിയോടും കൂട്ടുകാരനോടും കൂട്ടുകാരിയോടും സ്നേഹിക്കുവാനും ചേർത്ത് പഠിക്കുവാനും ഒക്കെ പഠിക്കുന്നത് സ്കൂളിൽ നിന്നല്ല, അത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നല്ല. അത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നാണ്. രാജാക്കാട് JCI പ്രസിഡന്റ് ജിജോമോൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഷെറിൻ തോമസ് സ്വാഗതവും മാസ്റ്റർ അഭിനവ് ബൈജു നന്ദിയും അർപ്പിച്ചു. കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജ് മുൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൂസന്ന കുര്യക്കോസ് ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. JCI സോൺ വൈസ് പ്രസിഡന്റ് അബിൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ക്യാമ്പയിന്റെ ഭാഗമായി രാജാക്കാട് ടൗണിലേക്ക് ലഹരിവിരുദ്ധ റാലിയും നടത്തി ടൗണിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത ശേഷം ലഹരിവിരുദ്ധ ദീപം തെളിയിച്ചു. രാജാക്കാട് പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറക്കൽ, സോൺ ഡയറക്ടർ ബ്രീസ് ജോയ്, PTA പ്രസിഡന്റ് സിബി കൊച്ചുവള്ളാട്ട്, JCI സെക്രട്ടറി ബിബിൻ വർഗീസ്, ട്രഷറർ KV അനൂപ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്. ദേവികുളം താലൂക്കിലെ ഏറ്റവും മികച്ച ലൈബ്രറിയായി ആനച്ചാൽ സംസ്കാര ലൈബ്രറിയെ തെരഞ്ഞെടുത്തു. ആനച്ചാൽ സംസ്കാര ലൈബ്രറിയിൽ നടന്ന പരിപാടി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അടിമാലിയുടെ നേതൃത്വത്തിൽ EG സത്യൻ അനുസ്മരണവും താലൂക്കിലെ മികച്ച ലൈബ്രറിക്ക് വായനാ മത്സര വിജയികൾക്കും അവാർഡ് വിതരണവും നടത്തി. ദേവികുളം താലൂക്കിലെ മികച്ച ലൈബ്രറിയായി ആനച്ചാൽ സംസ്കാര ലൈബ്രറിയെ തിരഞ്ഞെടുത്തു. ആനച്ചാൽ സാംസ്കാരിക ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ വിനീസ് കറിയ അധ്യക്ഷത വഹിച്ചു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. TM ഗോപാലകൃഷ്ണൻ, TR ഹരിദാസ്, VO ഷാജി, EG ബിജു, PN ചെല്ലപ്പൻ നായർ, PN ബാലകൃഷ്ണൻ, KP പീറ്റർ, K ശിവൻ, ജോബി PM തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ ആനച്ചാൽ. ജില്ലയിലെ ആദ്യ വായനശാല 110 വയസ്സിന്റെ നിറവിൽ. ദേവികുളത്തെ ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയാണ് ഒരു നൂറ്റാണ്ടിലധികമായി അക്ഷരവെളിച്ചമായി നിലകൊള്ളുന്നത്. 1915 ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് വായനശാല സ്ഥാപിക്കപ്പെട്ടത്. ബ്രിട്ടനിൽ അച്ചടിച്ച അത്യപൂർവ പുസ്തകങ്ങളുള്ള ദേവികുളത്തെ ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറി 110 വയസ്സിന്റെ നിറവിലാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യ വായനശാലയാണിത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ദേവികുളത്തെ വേനൽക്കാല വസതിക്ക് സമീപത്തായി അനുവദിച്ച 50 സെന്റ് സ്ഥലത്താണ് 1915 ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് വായനശാല സ്ഥാപിച്ചത്. മഹാരാജാവിന്റെ കാലത്ത് നിർമ്മിച്ച അതേ തനിമയോടെ കെട്ടിടം ഇന്നും നിലനിൽക്കുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ ശ്രീ രാമവർമ്മ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ 1915 സ്ഥാപിതമായതാണ് ദേവികുളം ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറി. ബഹുമാനപ്പെട്ട മഹാരാജാവിൻ്റെ 56ാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്നതായിരുന്നു ദേവികുളം നിവാസികളുടെ ആഗ്രഹം. എന്നാൽ അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തുകയും നാട്ടുകാർക്ക് ഒന്നിച്ചു കൂടുവാൻ വേണ്ടി അതുപോലെ തന്നെ വായിക്കുന്നതിനും ഉള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഗ്രന്ഥശാലയും ഹാളും സ്ഥാപിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതനുസരിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സംഭാവനകൾ സ്വീകരിച്ച് പണിതതാണ് ക്ലബിൻ്റെ കെട്ടിടം. വായനശാലയിൽ അപൂർവ ഇനത്തിൽപ്പെട്ടതുൾപ്പെടെയുള്ള മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിലായി 15,000-ത്തിലധികം പുസ്തകങ്ങളുണ്ട്. 1700-കളിൽ ബ്രിട്ടനിൽ അച്ചടിച്ച അപൂർവങ്ങളായ പുസ്തകങ്ങളാണ് വായനശാലയിലുള്ളത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള A ഗ്രേഡ് വായനശാലയാണിത്. കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ വായനശാലയും താഴെ മിനി ഹാളുമാണുള്ളത്. ഇടുക്കി ജില്ലയിലെ 2ാമത്തെ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് പീരുമേട്ടിലാണ്. സിറ്റി വിഷൻ അടിമാലി. ഇനിയൊരു ഇടവേള. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്.
പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ, മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446 966 421. വീണ്ടും വാർത്തകളിലേക്ക്. സ്ട്രോബെറിയുടെ വിലയിടിഞ്ഞത് വട്ടവടയിലെ സ്ട്രോബെറി കർഷകരെ നിരാശയിലാക്കുന്നു. നിലവിൽ 300 രൂപയാണ് വട്ടവടയിൽ കർഷകർക്ക് സ്ട്രോബെറിക്ക് ലഭിക്കുന്ന വില. ഉയർന്ന ഉൽപാദനവും പോയ മാസങ്ങളിൽ വട്ടവടയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ കുറവും സ്ട്രോബെറിയുടെ ഇപ്പോഴത്തെ വിലയിടിവിനുള്ള കാരണങ്ങളാണ്. ശീതകാല പച്ചക്കറി കൃഷികൾക്കൊപ്പം വട്ടവടയിലെ കർഷകരുടെ വരുമാന മാർഗങ്ങളിലൊന്നാണ് സ്ട്രോബെറി കൃഷി. മാസങ്ങൾക്ക് മുമ്പ് കൃഷി ഇറക്കിയ സ്ട്രോബെറികളിലെ കായ്കൾ പഴുത്ത വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. എന്നാൽ ഈ വിളവെടുപ്പ് കാലത്ത് സ്ട്രോബെറികൾക്കുണ്ടായിട്ടുള്ള വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത്. നിലവിൽ 300 രൂപയാണ് 1 കിലോ സ്ട്രോബെറിക്ക് കർഷകർക്ക് ലഭിക്കുന്ന വില. ഈ വിലയിൽ സ്ട്രോബെറി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക പ്രയാസകരമാണെന്ന് കർഷകർ പറയുന്നു. പച്ചക്കറി അല്ലാതെ നമുക്ക് സ്ട്രോബെറി ഈ ഡിസംബർ ടു മെയ് വരയ്ക്ക് സ്ട്രോബെറിയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. കഴിഞ്ഞ കൊല്ലമുള്ള 600 വരെ കിലോയ്ക്ക് ഉണ്ടായിരുന്നു ഈ മാസത്തിലേക്ക്. ഇപ്പോൾ അതിൻ്റെ പകുതി കുറഞ്ഞു, 300 ആക്കി. കാരണം ഉൽപ്പാദനം പണം കൂടി, ആൾക്കാർ വരവ് ഇത്ര കുറവായത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇടിവായി ഈ കൊല്ലം. ഇത് ഏതെങ്കിലും ഈ സർക്കാർ ഭാഗത്തിൽ നിന്ന് ഇത് ഏതെങ്കിലും ഞങ്ങൾക്ക് എടുത്തിട്ട് അതേമാതിരി ഒരു 600 ഒരു 500 കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു മിച്ചമാകും. അല്ലാതെ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇടിഞ്ഞു പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കർഷകരുടെ പാട് ഭയങ്കര പാടാണ്. ജനുവരി മുതൽ വട്ടവടയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ മുന്നിൽ കണ്ടാണ് ഇപ്പോൾ പല കർഷകരും സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. മധ്യവേനൽ അവധിക്കാലത്തുണ്ടാകാനിടയുള്ള സഞ്ചാരികളുടെ തിരക്കിൽ കർഷകർ പ്രതീക്ഷയർപ്പിക്കുന്നു. ഇത്തവണ കർഷകർക്ക് സ്ട്രോബെറിയിൽ നിന്നും മെച്ചപ്പെട്ട വിളവ് ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ സ്ട്രോബെറിക്ക് ആവശ്യക്കാർ കുറഞ്ഞത് കർഷകർക്ക് വിനയായി. ഇത് വിലയിടിവിന് വഴിയൊരുക്കി. കർഷകരിൽ ചിലർ സ്ട്രോബെറിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നു. പല കർഷകരും കടം വാങ്ങിയും മറ്റുമാണ് മെച്ചപ്പെട്ട വിലയും പ്രതീക്ഷിച്ച് സ്ട്രോബെറി കൃഷി ഇറക്കിയിട്ടുള്ളത്. വില ഇനിയും ഇടിഞ്ഞാൽ അത് സ്ട്രോബെറി കർഷകർക്ക് വലിയ നഷ്ടത്തിന് ഇടവരുത്തും. സിറ്റി വിഷൻ, മൂന്നാർ.
അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ ഗ്രാജുവേഷൻ സെറമണി നടന്നു. അഡ്വക്കേറ്റ് A. രാജ MLA ഗ്രാജുവേഷൻ സെറമണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളിൽ കുരുന്നുകളുടെ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണി പ്രൗഢഗംഭീരമായിട്ടായിരുന്നു ഒരുക്കിയിരുന്നത്. 135 കുട്ടികൾ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഭാഗമായി അഡ്വക്കേറ്റ് A. രാജ MLA ഗ്രാജുവേഷൻ സെറിമണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ രാജേഷ് ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ്, ഫാദർ ഓസ്റ്റിൻ കളപ്പുരയ്ക്കൽ, KG ഇൻചാർജ് ഷാൻഡി ബെന്നി, മറ്റ് അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. LKG UKG കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. സിറ്റി വിഷൻ, അടിമാലി. ഭിന്നശേഷിക്കാരനായ വിജു പൗലോസിനും കുടുംബത്തിനും തിരുവനന്തപുരം ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനത്തിന്റെ താക്കോൽദാനം യാത്രികനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. പുതിയ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പ്രതീക്ഷകളിലാണ്. ഗോപിനാഥ് മുതുകാട് തെളിയിച്ച പ്രതീക്ഷയെന്ന വെളിച്ചത്തിലൂടെ ഭിന്നശേഷിക്കാരനായ വിജുവിനും കുടുംബത്തിനും പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഉദ്ഘാടനത്തിനിടെ അദ്ദേഹം പറഞ്ഞു. മാനവികതയിൽ ഉന്നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ മുതുകാട് തൻ്റെ കർമ്മം ഒരിടത്തു മാത്രം ഒതുക്കാതെ എല്ലായിടത്തേക്കും വ്യാപിക്കുന്നതിൻ്റെ തെളിവാണ് 14 ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന ഭിന്നശേഷി സൗഹൃദ വീടുകൾ. ചിന്താശേഷിയുള്ള വ്യക്തിത്വങ്ങൾ മാറ്റങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ സമൂഹം അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. കാരണം പുതിയ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എപ്പോഴും ആഹ്ലാദകരമാണ്. പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷയുടെ വിളക്ക് തെളിച്ചു കൊടുക്കുന്നത് തീർച്ചയായും സമൂഹത്തിന് വളരെ മാതൃകയുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന, ഞാൻ പ്രത്യേകം പറയാതെ തന്നെ നമുക്കെല്ലാം അറിയുന്ന വ്യക്തിയാണ് ശ്രീ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ പലപ്പോഴും അകലെ നിന്നും വളരെ കുറച്ച് സമയത്തൊക്കെ അടുത്തു നിന്നും കണ്ടിട്ടുള്ള ഒരാളാണ്. തൊടുപുഴ വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ, ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പാറക്കോട്ടിൽ, പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജോൺ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിൻഡോ, ഡിഫറന്റ് ആർട്ട് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, മാജിക് പ്ലാനറ്റ് മാനേജർ സുനിൽ രാജ് CK തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ചെറുപുഷ്പം ജെയ്സിനു വേണ്ടി മകൻ സാം ജെയ്സൺ, എഞ്ചിനീയർ അനൂപ്, സപ്പോർട്ടർ ഔസേപ്പച്ചൻ എന്നിവർക്ക് മൊമെന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. തങ്ങളുടെ സേവനങ്ങൾ ഇവർ സൗജന്യമായാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ഡിഫറന്റ് ആർട്ട് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെയും ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽചെയർ വിജുവിന് കൈമാറി. സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലെ ഇടുക്കി ജില്ല ഗുണഭോക്താക്കളാണ് വിജു പൗലോസും കുടുംബവും. ജില്ലയിൽ നിന്ന് ലഭിച്ച നിരവധി അപേക്ഷകളിൽ നിന്നും ഡിഫറന്റ് ആർട്ട് സെന്റർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉയർന്ന സ്കോർ നേടിയാണ് വിജു മാജിക് ഹോമിന് യോഗ്യത നേടിയത്. റാമ്പ്, വീൽചെയർ, കടന്നുപോകാൻ പാകത്തിൽ വാതിലുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവ ഈ വീടിന്റെ സവിശേഷതയാണ്. സിറ്റി വിഷൻ, തൊടുപുഴ. ഉപ്പുതറ പഞ്ചായത്തിൽ 2025-26 വാർഷിക ബഡ്ജറ്റിന് അംഗീകാരം ലഭിച്ചു. 25-ന് അവതരിപ്പിച്ച കരട് ബഡ്ജറ്റിൽ മാറ്റമൊന്നും കൂടാതെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 14ാം പഞ്ചവത്സര പദ്ധതിയെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉപ്പുതറ പഞ്ചായത്ത് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. അതിദരിദ്രർക്ക് വീട് നൽകൽ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം ഉയർത്തൽ, അംഗൻവാടികൾക്ക് സ്വന്തമായ കെട്ടിടങ്ങൾ, വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, യുവജനങ്ങളുടെ കായികക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യമേഖലയിലെ മുന്നേറ്റം തുടങ്ങിയ എല്ലാ മേഖലകളിലും വികസനം ഉറപ്പുവരുത്താൻ കഴിയുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ച് അംഗീകരിച്ചത്. കാർഷിക വികസനത്തിൽ ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് ബഡ്ജറ്റിലുള്ളത്. ഇത്തവണ കാർഷിക വികസനത്തോടൊപ്പം ഉൽപ്പാദന മേഖലയിലും സേവന മേഖലയിലും പഞ്ചായത്ത് തല സൗകര്യ വികസനത്തിലും വിവിധങ്ങളായ പദ്ധതികളാണുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ സാമൂഹിക സേവനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം, വയോജനക്ഷേമം, കൃഷി തുടങ്ങി അതിനുമപ്പുറമുള്ള നമ്മുടെ
ജനസമൂഹത്തിന്റെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്തുള്ള വരവും ചിലവും മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് സരിത PS അവതരിപ്പിച്ച് അംഗീകാരം നേടിയത്. കഴിഞ്ഞ വർഷത്തെ 90% പദ്ധതികളും പൂർത്തിയാക്കിയാണ് 2025 മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് 2025-26 നമ്മുടെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് വിഷ്ണു അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഭരണസമിതി ഏറ്റെടുത്ത ഏകദേശം 90% കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഇംപ്ലിമെന്റേഷൻ സെഷനിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോഴോടുകൂടി നമുക്ക് കർഷകർക്ക് കൊണ്ടുവന്ന ആനുകൂല്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ബഡ്ജറ്റ് അംഗീകാര യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് അംഗങ്ങൾ ബഡ്ജറ്റ് അംഗീകാര യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. സിറ്റി വിഷൻ ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജകുമാരി അരമനപ്പാറയിൽ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. തൊടുപുഴയിൽ പോലീസ് SFI സംഘർഷം. വണ്ടിപ്പെരിയാർ മുഗലർ ഡൈമുക്ക് പ്രദേശങ്ങൾ പുലിപ്പേടിയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ, കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ.
ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.